ദക്ഷിണേന്ത്യയിൽ കാലവർഷം വീണ്ടും സജീവമാകുന്നു. ഇതിന്റെ ഭാഗമായി കേരളത്തിന് പുറമെ അയൽ സംസ്ഥാനങ്ങളിലും അന്തരീക്ഷ മാറ്റങ്ങൾ പ്രകടമാണ്. കൂടാതെ മഴ ശക്തമാകുന്ന മേഖലകൾക്കൊപ്പം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ കടുത്ത ചൂടും തുടരുകയാണ്. അടിപൊളി, ആശ്വസിക്കാം. ജൂൺ ആദ്യ പകുതിയിലുണ്ടായ മഴക്കുറവ് ഇനിയുണ്ടാകില്ല. മഴക്കുറവിന് വിരാമമിട്ട് ദക്ഷിണേന്ത്യയിൽ കാലവർഷം വീണ്ടും എത്തുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും വിദഗ്ധർ പറയുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയാണ് ഇപ്പോൾ തുടരുന്നത്. പലയിടത്തും മേഘാവൃതമായ അന്തരീക്ഷമുണ്ട്. എന്നാൽ സാധാരണ തോതിലുള്ള മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് ഇനി മുതൽ കാണുന്നത്. അതേസമയം അതിശക്തമായ മഴ പ്രതീക്ഷിക്കേണ്ട. അത്തരത്തിലുള്ള മഴയ്ക്ക് സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് വടക്കൻ കേരള തീരം മുതൽ ഗോവ, മഹാരാഷ്ട്ര തീരം വരെ മഴമേഘങ്ങൾ സജീവമായി രൂപപ്പെടുന്നുണ്ട്. ഇതുവരെ കനത്ത ചൂടായിരുന്ന പല മേഖലകളിലും മഴ ലഭിച്ചു തുടങ്ങിയെന്നും പറയുന്നു. പ്രത്യേകിച്ച് മുംബൈയിലും മഴ പെയ്യാൻ തുടങ്ങി. മഹാരാഷ്ട്രയിലും ഒഡീഷയിലും ഉയരത്തിലുള്ള മേഘങ്ങളുടെ താപനില 260K, അതായത് ഏകദേശം 13 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തുന്നത്. കേരളത്തിനു പുറമെ അയൽ സംസ്ഥാനങ്ങളിലും വലിയ തരത്തിലുള്ള അന്തരീക്ഷ മാറ്റങ്ങൾ പ്രകടമാണ്. അതായത് കർണാടക തീരപ്രദേശങ്ങളിൽ ജൂൺ 26 വരെ മത്സ്യബന്ധനത്തിന് പൂർണ്ണ വിലക്കും കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാടിന്റെ ഉൾപ്രദേശങ്ങളിലും ആന്ധ്ര, തെലങ്കാന മേഖലകളിലും ഈ ചക്രവാത ചുഴിയുടെ സ്വാധീനവും രൂപപ്പെട്ടിട്ടുണ്ട്. അതിനാൽ വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കേണ്ടത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, പശ്ചിമ ബംഗാൾ, സിക്കിം, തെക്കേ ഇന്ത്യയിലെ ചില മേഘങ്ങൾ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചു. ഇതിനിടെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ സൂപ്പർ എൽനിനോ പ്രതിഭാസത്തിന്റെ സാധ്യതകളെയും നിരീക്ഷിക്കുന്നുണ്ട്. പസഫിക് സമുദ്രത്തിലെ അസാധാരണമായ സമുദ്രോപരിതല താപനില വർധനവാണ് ഈ സൂപ്പർ എൽനിനോയ്ക്ക് കാരണമാകുന്നത്. സാധാരണയായി എൽനിനോ വർഷങ്ങളിൽ ഇന്ത്യയിൽ മൺസൂൺ മഴ കുറയാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ ഇത്തവണ കാലാവസ്ഥാ ഘടകങ്ങൾ പരസ്പരം സങ്കീർണമായ അവസ്ഥയിലാണ്. അതിനാൽ മൺസൂണിന്റെ കൃത്യമായ സ്വഭാവം സംബന്ധിച്ച് വിദഗ്ധർ തുടർ നിരീക്ഷണം നടത്തുകയാണ്. എന്തായാലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.